ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു viralmaxx. എല്ലാവർക്കും viralmaxxൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എന്താണെന്ന് നോക്കിയല്ലേ, അപ്പുറം ഇപ്പുറമൊക്കെ ടെറസിൻ്റെ മുകളിൽ ഇരുന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അഫിലിയേറ്റഡ് മാർക്കറ്റിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ഇന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കി തുടങ്ങാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഒരു ബ്ലോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗൂഗിൾ ആഡ്സെൻസിനായിട്ട് നമ്മൾ കുറേ പോസ്റ്റ് ഇടുന്നു, എന്നിട്ട് ആഡ്സെൻസിൻ്റെ അപ്രൂവലിനായിട്ട് കാത്തിരിക്കുന്നു. യൂട്യൂബ് ആണെങ്കിലും 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറിനായിട്ടൊക്കെ നമ്മൾ കാത്തിരിക്കുന്നു. ഇവിടെ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല. എപ്പോഴൊരു ബ്ലോഗ് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് നമ്മൾ തയ്യാറാക്കിയോ അതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ജെന്യൂൻ ഓർഗാനിക് ആയിട്ടുള്ള ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്നു. അവിടുന്ന് ആൾക്കാർ പർച്ചേസ് ചെയ്താൽ അതിൽ നിന്ന് ഒരു ഇൻകം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ. വളരെ ഇപ്പോൾ $1 60 രൂപ. അപ്പോൾ നമുക്ക് $1 കിട്ടുമ്പോൾ എന്ത് സന്തോഷമായിരിക്കും. ഇത് ഒരൊറ്റ പ്രോഡക്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതും കൂടുതൽ അതിനകത്ത് നിങ്ങളൊരു ചെറിയൊരു ആമസോണിലൊരു അവലോകനം തന്നെ നടത്തേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന പ്രോഡക്റ്റ് ഏതാണ്, വിൽക്കുന്ന പ്രോഡക്റ്റ് ഏതാണ്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ റിവ്യൂസ്, റേറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് നല്ലപോലെ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് കുറച്ചൊന്ന് ആമസോണിൽ നോക്കി ഇരുന്നാൽ മാത്രം മതി. പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ ഒന്ന് കയറി നല്ലപോലെ ഒന്ന് പരിചയപ്പെടുക, നിങ്ങൾക്ക് ഏത് കാറ്റഗറി ചൂസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു ഡെമോയ്ക്കായിട്ട് ഒരു കാറ്റഗറി നിങ്ങൾക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മൊബൈൽ ഫോൺസിനാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഞാൻ കണ്ട് പരിചയപ്പെട്ട ആ ഒരു സ്ത്രീ ചെയ്തിരുന്നു പറഞ്ഞാൽ എങ്ങനെയാണോ അതേ കണക്കുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ എല്ലായിടത്തും ഞാനൊരു സോറിയും കൂടെ പറയുകയാണ്. കാരണം നിങ്ങൾക്കൊരു ഓൺ ക്ലിക്കിൽ ഫുള്ള് നിങ്ങളുടെ വേർഡ്പ്രസ് സൈറ്റിലോട്ട് ആവുന്ന രീതിയിലായിരുന്നു ചെയ്യണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷേ ലീവ് തീർന്നു. അപ്പോൾ ഞാൻ നാളെ പോവുകയാണ്. നാളെ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ ഉപകാരമായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം നാളെ ഞാൻ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞ് അങ്ങ് എത്തുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് എങ്ങനെയാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഓട്ടോ ബ്ലോഗിങ് വഴി ചെയ്യുന്നത് എന്നുള്ള രീതി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ഒരു വീഡിയോ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഇടുന്നത്. അപ്പോൾ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്യുന്ന എല്ലാവർക്കും ഇതൊരു സഹായമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകാം. ഓക്കെ. ഫ്രണ്ട്സ്, ഇത് viralmaxxൻ്റെ വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ടെക്നോളജി ന്യൂസ്, പിന്നെ മേക്ക് മണി എൻ്റെ ബ്ലോഗിങ് ഞാൻ ചെയ്യുന്നത്, പിന്നെ യൂട്യൂബിൻ്റെ എൻ്റെ വീഡിയോസ് എല്ലാം ഇവിടെ ഇങ്ങനെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ലോഡ് ആവുന്നതാണ്. നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ യൂട്യൂബേഴ്സിന് എങ്ങനെ ഒരു ആഡ്സെൻസിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിൻ്റെ ആപ്പ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇത് എൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് ഞാനായിട്ട് ആഡ് ചെയ്തില്ല, ആപ്പിനെ. അപ്പോൾ ഞാൻ എപ്പോഴും യൂട്യൂബിൻ്റെ അകത്ത് ഒരു വീഡിയോ ഷെയർ ചെയ്താലും ഉടനെ എൻ്റെ വെബ്സൈറ്റിൽ അത് തനിയെ അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇനി ഈ ഒരു viralmaxxൻ്റെ ഇപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ഒരു ആപ്പ് ഉണ്ടാക്കുവാണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ viralmaxx.comൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ആപ്പ് അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ യൂട്യൂബ് വീഡിയോകൾ ഇത് കണക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആഡ്മൊബൈലിൻ്റെ ബാനർ ആഡ്സും ഇൻട്രസ്റ്റഡ് ആഡും ഒക്കെ കൊടുത്ത് നിങ്ങളെ യൂട്യൂബ് ഇപ്പോഴും നിങ്ങൾക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിരുന്നാലും 15-ന് ശേഷം ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു സംഭവം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതും ഓട്ടോമാറ്റിക്കായിട്ടാണ് സംഭവിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ബ്ലോഗിങ്ങിൻ്റെ ഞാൻ കുറച്ച് ടെംപ്ലേറ്റ്സ്, ബ്ലോഗർ ടെംപ്ലേറ്റ്സും വേർഡ്പ്രസ് ടെംപ്ലേറ്റ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് തീമുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേർഡ്പ്രസ്സിന് ഉള്ള എൻ്റെ ട്യൂട്ടോറിയലും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ. ഇനി ഇവിടെ SEO ട്യൂട്ടോറിയൽ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു എങ്ങനെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യണം എന്നുള്ളതൊക്കെ. പിന്നെ മേക്ക് മണി അതുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെയാണ് ഇതിലിടുന്നത്. പിന്നെ ടെക്നോളജി പരമായിട്ടുള്ള ന്യൂസ്, ഇത് ആട്ടോ ബ്ലോഗാണ് ഈ ഒരു സംഭവം. ടെക്നോളജി ന്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്.
പിന്നെ ഡൗൺലോഡ്സ് ഇവിടെയാണ് ഞാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലിങ്കുകളും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് ഡൗൺലോഡ്സ് എടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെയാണ് എൻ്റെ ഷോപ്പ് വിത്ത് അസ്, അതായത് ഞാൻ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇലക്ട്രോണിക്സ് ഓൺലി ഓൺ വിത്ത് അസ്, സ്മാർട്ട് ഹോം, കമ്പ്യൂട്ടർ അസസറീസ്, ഡാറ്റ സ്റ്റോറേജ്, ഗെയിംസ് ഓൺ, മൊബൈൽ അസസറീസ്, നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ് ഡിവൈസസ്, പവർ ബാങ്ക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ അഫിലിയേറ്റിംഗ് മാർക്കറ്റിംഗ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെബ്സൈറ്റ്. ഇത് മാഗസിൻ 7 ഞാൻ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂവി വെബ്സൈറ്റ് ഉണ്ടാക്കിയ അതേ തീം വെച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി പേജ് എലമെൻ്റൊക്കെ വെച്ച് പേജൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പോകുന്നതിന് മുമ്പ് അത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. ഐ ആം സോ സോറി. അപ്പോൾ നിങ്ങളെന്തായാലും ഇതേ കണക്ക് നിങ്ങൾ മാഗസിൻ 7 എഡിറ്റ് ചെയ്ത് ഇതേ കണക്കൊക്കെ കാറ്റഗറീസൊക്കെ ആഡ് ചെയ്യുക. ഡബിൾ കോളമിനും സിംഗിൾ കോളമിനും പോസ്റ്റൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഞാൻ ആ ലേഡി പറഞ്ഞനുസരിച്ചിട്ടാണ് വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. ആൾ മൊബൈൽ ഫോൺസ്, ആൾ മൊബൈൽ അസസറീസ്, കേസ് ആൻഡ് കവർ, സ്ക്രീൻ പ്രൊട്ടക്ടർ, പവർ ബാങ്ക്സ്, പിന്നെ ടാബ്ലറ്റിനായിട്ടുള്ള ഒരു സംഭവം, പിന്നെ വെയറബിൾ ഡിവൈസസ്, അതായത് നമ്മളെ ഈ സ്മാർട്ട് വാച്ച് പോലുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ സ്മാർട്ട് ഹോം, പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ്, അതായത് നമുക്ക് ഇവിടെ ആട്ടോ ബ്ലോഗ് ചെയ്യാനായിട്ടുള്ള സംഭവമാണ് ടിപ്സ് ആൻഡ് ട്രിക്സ്. അതായത് നമുക്ക് ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംഭവം ടിപ്സ് ആൻഡ് ട്രിക്സ്. അപ്പോൾ ഓരോ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ ടിപ്സ് ആൻഡ് ട്രിക്സ് മാറ്റി അതിൻ്റെ കാറ്റഗറി ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഇത് കൊടുക്കുക. അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും 3 ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ വീണ്ടും വാട്സാപ്പിലും മറ്റൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളെ ഗ്രൂപ്പിനകത്ത് ആൾറെഡി അഡ്മിൻസ് ഉണ്ട്. പിന്നെ 64ഓളം ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യും, നിങ്ങളുടെ സംശയക്കും കാര്യങ്ങൾക്കൊക്കെ മറുപടി തരും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ചിട്ടും ഉള്ളൊരു നല്ലൊരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ ഇനി നമുക്ക് ആട്ടോ ബ്ലോഗിങ് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനതിൻ്റെ വൈറൽമാക്സിൻ്റെ പേജിലേക്ക് തന്നെ വരുവാണ്. ഒന്ന് ആമസോണോട് ഒന്ന് ഓപ്പൺ ചെയ്യണം. ആമസോൺ കുറച്ച് എൻ്റെ നെറ്റ് ചെയ്ത് സ്ലോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സമയങ്ങളൊക്കെ എടുക്കും. ആമസോൺ അഫിലിയേറ്റ് ഫ്രീഡം സെയിൽ. അപ്പോൾ ഇതാണ് എൻ്റെ ആമസോണിൻ്റെ അഫിലിയേറ്റിൻ്റെ ഇത്. ഇവിടെ എനിക്കിവിടെ ക്ലിക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വേറെ ആക്റ്റീവായിട്ട് ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ 00 കാണിക്കുന്നത്. ഞാൻ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയ പൈസയാണ് ഇത്. അപ്പോൾ നമുക്കിവിടെ 1000 രൂപ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇത് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ എനിക്ക് ക്ലിക്സ് 14 കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് അറിയാം. എൻ്റെ ഗ്രൂപ്പിൽ മാത്രമാണ് ഞാൻ ആകെ അഫിലിയേറ്റഡ് ലിങ്കിൻ്റെ, അതും അവർക്കായിട്ട് ഞാൻ അയച്ചു കൊടുത്തതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും അയക്കാറില്ല. അപ്പോൾ ഇതിലെന്തായാലും 14 ക്ലിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ 53.34 പൈസ എനിക്ക് ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട്. 1000 രൂപയാകുമ്പോൾ എനിക്കത് വിഡ്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളുടെ ഇത് വൈറൽമാക്സിൻ്റെ ബാക്ക് സൈഡാണ്, ഡാഷ്ബോർഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ WP ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ പോവുക. WP ഓട്ടോമാറ്റിക്കിനകത്ത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൻ്റെ അകത്ത് ഇവിടെ ആമസോൺ എന്ന് പറയുന്നൊരു സംഭവം കാണാം, സെറ്റിങ്സ് കാണാം. അപ്പോൾ ഇവിടെ ആമസോൺ അസസ് കീ ID. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇവിടെ നിന്ന് കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ ഒരു 3 കോളം അവിടെ കാലിയായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ആമസോൺ അസസ് കീ ID എന്നുള്ളൊരു സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മൾ ആമസോണിൽ വരിക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ടൂൾസ് എന്ന ഓപ്ഷനിലേക്ക് പോവുക. പ്രോഡക്റ്റ് അഡ്വർടൈസിങ് API എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇതേപോലൊരു സംഭവമായിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇതിവിടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട. അതിൻ്റെ താഴെ ഇതേപോലെ വേറെ ജോയിൻ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ബട്ടൺ കാണും. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും ആമസോൺ അത് ആക്റ്റീവ് ആക്കി തരാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിത്തിൻ 3 days എന്തായാലും 24 to 3 days ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 24 മണിക്കൂറോ അല്ലെങ്കിൽ 3 days ആയിരിക്കും. അതിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഈ ക്രെഡൻഷ്യൽ അസസ് കീ ID ഒക്കെ കിട്ടും. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 സാധനം കിട്ടും. അതായത്
ഇവിടെ ചോദിക്കുന്ന ആമസോൺ അസസ് കീ ID നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ ആമസോൺ സീക്രട്ട് അസസ് കീയും നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടും. അതിനുശേഷം ആമസോൺ അസോസിയേറ്റ് ID. അപ്പോൾ ആമസോൺ അസോസിയേറ്റ് ID നിങ്ങൾക്ക് ഈ സൈഡിലാണ് കിട്ടുന്നത്. ആമസോൺ അസോസിയേറ്റ് ID ഇതാണ് വയർമാക്സിൻ്റെ. അപ്പോൾ നിങ്ങളെ അസോസിയേറ്റ് ID നിങ്ങൾ അവിടെ നിന്ന് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് ആമസോൺ പ്രോഡക്റ്റ് പ്രൈസ് ഡെയിലി എന്ന് പറയുന്നത് ടിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യുക. ഇത്രയുള്ള സംഭവം. അതിനുശേഷം നിങ്ങൾ വരേണ്ടത് WP ഓട്ടോമാറ്റിക്കിനകത്ത് ന്യൂ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ക്യാമ്പയിൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ Amazon.in പോവുക. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി ചൂസ് ചെയ്യുക. ഇവിടെ ഷോപ്പ് കാറ്റഗറി എന്ന് പറയുന്ന ഓപ്ഷനിൽ കാറ്റഗറി ഇത്രയും കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഇത് ഷോപ്പ് ഇത് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കാത്തതായിട്ട് ഈ വാച്ചസ് എന്ന് പറയുന്ന ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. വാച്ചസ്. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മാത്രം മതി. ഞാനത് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഇത് വന്നു. ഇവിടെ വാച്ചസ് എന്ന് പറയുന്നത് കൊടുക്കും. പേസ്റ്റ്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരിക. ഇവിടെ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ തന്നെ വേണം അത് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആമസോൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ട് വരിക. ഇവിടെ നമ്മൾ വാച്ചസ് തന്നെ നമ്മുടെ പേസ്റ്റ് ചെയ്യുകയാണ്. വാച്ചസ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വാച്ചസ് ഫോർ മെൻ. അതിനുശേഷം ഒരെണ്ണം കൂടെ ചെയ്യാം. വാച്ചസ് ഫോർ വുമൺ. രണ്ടും ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം മാക്സിമം പോസ്റ്റ് എനിക്ക് വേണം. അതുകൊണ്ട് എനിക്ക് മാക്സിമം ആക്കി. ഇവിടെ Amazon.com എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾ ചേഞ്ച് ചെയ്ത് Amazon.in ആക്കണം. കാരണം ഇന്ത്യയിലുള്ളത് .in ആണ്. Amazon.in ആക്കുക. ആൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് കിടക്കട്ടെ. അതിനുശേഷം പോസ്റ്റ്. ഇവിടെ കാറ്റഗറി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞാനിവിടെ സ്മാർട്ട് ഹോം എന്ന് പറയുന്ന ഓപ്ഷനിലാണ് വച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം ഞാനത് ഈ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. നോർമലി ഞാൻ സ്മാർട്ട് ഫോണും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി ഇത്രയും ഇതിങ്ങനെ തന്നെ. അതിനുശേഷം താഴോട്ട് വരിക. സെറ്റ് ടൈറ്റിൽ വേർഡ്സ് ടാഗ്. അതിനുശേഷം സ്കിപ്പ് നമ്പേഴ്സ്. അതിനുശേഷം ഇവിടെ ആഡ് ഈ സംഭവം കൊടുക്കുക. കനോണിക്കൽ ടാഗ് എന്നുള്ളത് ടിക്ക് ചെയ്യുക. മാക്സിമം ശ്രമിക്കുക നിങ്ങളുടെ കാറ്റഗറിയുടെ പേര് തന്നെ എന്ത് വേണം. ഇവിടെ ഈ വാച്ചസ് എന്ന് പറയുന്ന കിടക്കുന്നിടത്ത് നിങ്ങളുടെ കാറ്റഗറിയുടെ പേര് തന്നെ വയ്ക്കുക. എന്നാലേ ഇപ്പോൾ ഞാനിവിടെ ഒരുപാട് കാറ്റഗറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ് എന്ന് എഴുതിയിട്ട് ആ കാറ്റഗറി തന്നെ ഞാൻ സെലക്ട് ചെയ്തുവായിരുന്നു. ഇവിടെ ഞാനിപ്പോൾ എനിക്ക് പ്രത്യേകം കാറ്റഗറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഡെമോ കാണിക്കുന്നതുകൊണ്ടാണ് സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഇവിടെ പബ്ലിഷ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ സംഗതി റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. എന്താണ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ കാറ്റഗറിയിൽ ഇപ്പോൾ സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സ്മാർട്ട് ഹോമിലേക്ക് ഉള്ള കാറ്റഗറിയിലുള്ള എല്ലാ സാധനങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ആവും. അപ്പോൾ ഞാൻ നാളെ പോകുന്നതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാത്തത്. പിന്നെ ഈ സംഭവം നിങ്ങൾക്ക് അറിയാം. മാഗസിൻ 7 ആണ്. ഒരുവിധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാഗസിൻ 7 തീമാണ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. ഡബിൾ കോളമിൽ പോസ്റ്റ്, സിംഗിൾ കോളമിൽ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയാം. സോഷ്യൽ മീഡിയ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അറിയാം. അത് ഞാൻ ബ്ലോഗർ ചെയ്ത അതേ സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്തും സോഷ്യൽ മീഡിയയൊക്കെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഈ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസൊക്കെ ചെയ്യുക. നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പോൾ ഇനിയൊരു 3-4 ദിവസത്തേക്ക് വീഡിയോ ഒന്നുമില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോ വരുന്നത് നമ്മുടെ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടാണ്. ഈ യൂട്യൂബ് എങ്ങനെ നമുക്ക് ഒരു ആപ്പ് ഉണ്ടാക്കാം എന്നുള്ള ഒരു സംഭവം കാണിക്കാനായിട്ട് വേണ്ടി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഒരു യൂട്യൂബിൻ്റെ ആപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാ ഫ്രണ്ട്സ് ടേക്ക് കെയർ. ബൈ ബൈ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾ മറക്കാതിരിക്കുക. ഓക്കെ. അപ്പോൾ ബൈ ബൈ ഫ്രണ്ട്സ്.